ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ ഞങ്ങൾ പെയിൻ്റൊക്കെ അടിച്ച് വീടൊക്കെ അടിപൊളി കുട്ടപ്പനാക്കി. വീട് മുഴുവനല്ല, ഹോള് മാത്രം കേട്ടോ. ബാക്കിയുള്ളതൊക്കെ വഴിയെ വരുന്നതായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞങ്ങളെ അനന്തപുരത്തേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ പൂരമായിരുന്നു കേട്ടോ, ഉത്സവമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകണം. ആദ്യം പോകണ്ടെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിറ്റേ ദിവസം ആദ്യത്തിന് എക്സാം ഉണ്ട്. ഞങ്ങൾ ഈ പെയിൻ്റ് അടിച്ചിട്ടൊക്കെ ആകെ വയ്യാണ്ടോ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എല്ലാവരൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് പോരാലോ. കുറേ നാളായി പോയിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ അത് ഒരു അമ്മ പൂച്ച, ഒരു കുഞ്ഞു പൂച്ച ഇരിപ്പുണ്ട്. പൂച്ചേനെ കാണുമ്പോൾ പിന്നെ നമുക്ക് വലിയ ഇഷ്ടമല്ലേ. ഒക്കെ നമ്മുടെ അടുത്തൊക്കെ ചത്തുപോയില്ലേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നാത്തൂൻ അവിടെ ഉണ്ടായിരുന്നില്ല, അമ്പലത്തിൽ പോയിക്കായിരുന്നു. ആങ്ങളെ എത്തിയിട്ടുണ്ടായിരുന്നില്ല, അവനങ്ങനെ ലീവ് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എത്തിയത് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ നല്ല ബിരിയാണിയും അടിപൊളി കോഴിക്കറി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ നാത്തൂൻ്റെ അച്ഛൻ മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അവിടെ ഇരുന്ന് കാപ്പിയാണൊക്കെ പറഞ്ഞ് ആദ്യത്തെ പൂച്ചേനെ പിന്നാലെ നടന്ന പൂച്ചേനെ ഒരു കണ്ണ് നീലയും ഒരു കണ്ണ് പച്ചയായിരുന്നു കേട്ടോ. നല്ല ശീമപ്പൂച്ചയാണ് അത്. പക്ഷേ ഇപ്പോൾ ഫുഡ് മാറുമ്പോൾ അവറ്റങ്ങളുടെ ആ ഒരു ഇതൊക്കെ മാറും. അങ്ങനെ പിന്നെ ഞങ്ങളപ്പോൾ അവിടെ ഇരുന്നു കേട്ടോ. നാത്തൂൻ്റെ അച്ഛനോടൊക്കെ വർത്താനം പറഞ്ഞ് പിന്നെ പുറത്ത് അടുക്കള ഭാഗത്ത് പോയി വാതിൽ തുറന്നപ്പോൾ അമ്മയും 4 കുട്ടികളും. അങ്ങനെ അവരോടൊക്കെ വർത്താനം പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഇതേ ഇങ്ങോട്ട് പോന്നു. അപ്പോഴേക്കും ആങ്ങളെത്തിയിട്ടുണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ പൂച്ചേനെ അടുത്ത് കൊഞ്ചിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അനിയത്തിയും കുട്ടികളും അനിയനൊക്കെ വന്നു. അപ്പോൾ വെല്ലിച്ചനാണ് ഇപ്പോൾ. വെല്ലിച്ചൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് കേട്ടോ. വെല്ലിച്ചനാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും കുഞ്ഞത്. അതുകൊണ്ടാണ് വന്നപ്പോൾ തന്നെ ലേസ് കൊടുത്തത്. പിന്നെ അനിയത്തി ഇത്തിരി ക്ഷീണമാണ് കേട്ടോ. ഇത്തിരിയല്ല, കുറച്ച് നാളായിട്ട് ക്ഷീണം തന്നെയാണ്. എന്താ വെച്ചാൽ ജോലിക്കൊക്കെ പോകുമ്പോൾ ഈ കുട്ടികളെ മേക്കലും വീട്ടിലെ പണി മാനേജ് ചെയ്യാൻ പറ്റാണ്ടുള്ള ബുദ്ധിമുട്ട് അത്രയൊക്കെ തന്നെ, അല്ലാണ്ട് ഇപ്പോൾ വേറെ ഒന്നുമില്ല. പിന്നെ വലിച്ച കാര്യമൊക്കെ പറഞ്ഞ് പറ്റിച്ച് നിരഞ്ജനരെ ഇന്ന് ലൈസൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട്. നിരഞ്ജന എന്നാലും ഇടയ്ക്കൊന്ന് തോണ്ടി കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉണ്ണിക്കുട്ടനൊക്കെ അവിടെ പൂച്ചയുടെ പിന്നാലും കുഞ്ഞേട്ടൻ്റെ പിന്നാലും. നിരഞ്ജന വലിയേട്ടൻ കുല്യേട്ടൻ എന്നൊക്കെയാണ് കേട്ടോ വിളിക്കുക. വലിയേട്ടൻ എന്നുള്ള ആ പോലെ തന്നെയാണ് കുഞ്ഞേട്ടനെയും വിളിക്കുക. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറയുകയാണ്. ഓരോ വിശേഷങ്ങളൊക്കെ പറയുമല്ലോ, നമുക്ക് കുറേ നാൾ കാണാണ്ടിരുന്നുണ്ടെങ്കിൽ കുറേ അധികം വിശേഷങ്ങളുണ്ടാവും. അപ്പോൾ ചുരിദാർ ഞാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ സാരി കൊണ്ടുപോയി തയ്ച്ചതാണ്. ചുറ്റും ഞെറിയ അങ്ങോട്ട് ഫുള്ളായിട്ട് തയ്ച്ചു. അപ്പോൾ ക്ഷീണം അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞവൾ. അപ്പം ഞാനും എൻ്റെ ചുരിദാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ പാൻറ്റിൻ്റെ കാര്യം ആങ്ങളെ പറഞ്ഞത് എന്നിട്ട് സിൽക്ക് ഡാൻസോ അങ്ങനെ എന്തോ ഡാൻസ് ആദ്യത്തെ പോകുമ്പോൾ കളിച്ചപ്പോൾ കിട്ടിയതാണെന്നൊക്കെ ചോദിച്ചു. കുറേ എന്നെ കളിയാക്കിയിട്ടാണ് ആ പാൻറ്റ് ഇട്ടിട്ട്. പക്ഷേ ഈ പാൻറ്റ് ഇടുമ്പോൾ കാണാൻ ഭംഗി കുറവാണെങ്കിലും ഇടാൻ ഭയങ്കര സുഖമാണ് കേട്ടോ. അപ്പം ഞാൻ അവളോട് അതിൽ ആങ്കിൾ ലെങ്ത്ത് ചുരിദാറിന് പാൻറ്റ് ഇട്ടാൽ മതി, അപ്പോഴാണ് ഭംഗി ഉണ്ടാവും. ഇപ്പോൾ ആരും ചുരുക്ക് പാൻറ്റൊന്നും ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞതാണ്. ചേട്ടാ ആദ്യം അവിടെ സ്ഥലമില്ലാഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി. പിന്നെ വേറെ സ്ഥലത്ത് പോയപ്പോൾ എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് വർത്താനം പറയില്ല. അപ്പോൾ ആൾക്ക് ഇടയിൽ കയറണം. അപ്പോൾ വീണ്ടും വന്ന് ഇടയിൽ കയറിയിരുന്ന് വർത്താനം പറഞ്ഞ ആൾ മൊബൈൽ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ നാത്തൂനെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ആങ്ങളുടെ കിടക്ക് നടക്കുന്നുണ്ട്. പിന്നെ അനിയത്തിൻ്റെ ഭർത്താവും അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ വീഡിയോയിലേക്ക് വന്നില്ല. ഞങ്ങൾ കുറേ നേരമൊക്കെ വർത്താനം പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് വിശന്നു. അപ്പം ഞങ്ങൾ നാത്തൂനെ എത്തിയിട്ടില്ലെങ്കിലും ഞങ്ങൾ വിചാരിച്ച് ചോറൊക്കെ എടുത്ത് കഴിക്കാം. ചോറല്ലല്ലോ, ബിരിയാണിയല്ലേ. ബിരിയാണിയൊക്കെ എടുത്ത് കഴിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. വിളിച്ചപ്പോൾ ഇറങ്ങിയെന്ന് പറഞ്ഞു. അമ്പലത്തിൽ നിന്ന് പറയൊക്കെ വയ്ക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു കേട്ടോ. ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആങ്ങളെ പോയി കൊണ്ടുവരാമെന്ന് വെച്ചിട്ട് പോയി. വെച്ചാൽ പൂരത്തിനൊക്കെ ആകുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിക്കാനൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ, ഭയങ്കര തിരക്കായിരിക്കും. ആ ഒരു ഏരിയയിലുള്ളവരൊക്കെ പൂരാഘോഷമാണല്ലോ. അപ്പോൾ ഓട്ടോറിക്ഷ ഒന്നും വിളിച്ചാൽ കിട്ടില്ല. അപ്പോൾ പിന്നെ അവൻ കൊണ്ടുവരാമെന്ന് പോയി. അപ്പോഴേക്കും വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ചോറൊക്കെ പകർത്തി വയ്ക്കുമ്പോഴേക്കും എത്തുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങൾ ചോറൊക്കെ പിന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞും കണ്ടിട്ട് അവിടെ ചെന്നപ്പോഴേക്കും വിശന്നൊരു പരിവായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാണ്ടാണ് പെട്ടെന്ന് തന്നെ ഇറങ്ങിയത്. എന്നുവെച്ചാൽ അവരൊക്കെ ഒരു മണിക്കൂറെങ്കിലും അവിടെ ഒന്ന് ഇരിക്കണ്ടേ. പിറ്റേ ദിവസം ആദ്യത്തിന് എക്സാമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് അപ്പോൾ തന്നെ പോരേണ്ടതുണ്ട്. പിന്നെ ആദ്യത്തിനും പോകണമെന്നൊരാഗ്രഹം, അത് കാരണം കൊണ്ട് പോയതാണിത്. ഇത് നമ്മുടെ ഉണ്ണിക്കുട്ടി എത്തി. ഇത് നാത്തൂൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടിയും നാത്തൂൻ്റെ അമ്മയെത്തി. പിന്നെ നാത്തൂനൊക്കെ തൈര് വാങ്ങിക്കാനൊക്കെ ഇട്ട് നിന്നതാണെന്ന് പറഞ്ഞു. ഇത്തിരി നേരം വൈകി തൈരൊക്കെ കൊണ്ടുവന്ന് അവളത് റെഡിയാക്കുമ്പോഴേക്കും ഞങ്ങളുടെയൊക്കെ ഫുഡ് കഴിക്കലോ ഒരു പരുവായി. പിന്നെ എന്നാലും പിന്നെ ലാസ്റ്റ് തിരിച്ച മോരൊക്കെ കൂട്ടി അച്ചാറൊക്കെ കൂട്ടി അങ്ങനെ കഴിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഉമ്മർത്ത് പോയിരുന്ന് എല്ലാവരും വാച്ച് കടിച്ചിരിക്കുകയൊക്കെ തന്നെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് കുറേ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു.
അപ്പോൾ ഞങ്ങളപ്പം തന്നെ പോരാനിറങ്ങിയപ്പോൾ നാത്തും പറഞ്ഞു ബിരിയാണി കഴിക്കാനും ആണോ പോകുന്നതെന്ന് പറഞ്ഞു. ബിരിയാണി കഴിക്കാനും ഫോട്ടോഷൂട്ടും കുറച്ച് കത്തി വയ്ക്കാനും അല്ലാണ്ട് പിന്നെ എന്താ അല്ലേ. അങ്ങനെയൊക്കെ തന്നെയല്ലേ ഒരു സന്തോഷം. ഉണ്ണിക്കുട്ടിയായിട്ട് തല്ലുകൂടുകയാണ് കേട്ടോ. അവൾ എപ്പോൾ വരുമ്പോഴും നമ്മളേറ്റവും വലുതായിരിക്കും അവൾ. പിന്നെ ഇങ്ങനെ പിരിപിടിപ്പിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പം അവളല്ലേ അവിടുത്തെ ചെറുത്. ഉണ്ണിക്കുട്ടൻ പിന്നെ ഇത്രയ്ക്ക് അങ്ങോട്ട് കൊഞ്ചാനായിട്ട് നിൽക്കില്ല. അപ്പോൾ അത് അങ്ങനെ ഫോട്ടോഷൂട്ട് എടുത്ത് ഒരാൾ അങ്ങോട്ട് തിരിയുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് തിരിയും, ഒരാൾ അങ്ങോട്ട് തിരിയും. അങ്ങനെ ഫോട്ടോ ശരിയായില്ല എന്ന് പറഞ്ഞ് ഒരു 3-4 ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടോ. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തിന് പരീക്ഷ ആയ കാരണം അവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് വീഡിയോയും എഡിറ്റ് ചെയ്യണം, പരിപാടികളൊക്കെ ഉണ്ട്. വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് രാവിലെ അപ്ലോഡ് ചെയ്താലല്ലേ നമുക്ക് നേരം വെളുക്കുമ്പോൾ ശരിയാവുള്ളൂ. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തേൽ നമ്മൾ കത്തി വെച്ചിരിക്കും, നമ്മളിതൊന്നും ചെയ്യില്ല. പിന്നെ വേറെ ഒരു ദിവസം വൈകുന്നേരത്തെ വ്ളോഗാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ തലേദിവസം വൈകുന്നേരം ചേട്ടന് ഛർദിയായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് പറ്റാണ്ട്, അത് ഉറക്കം കുറഞ്ഞിട്ട് ഫുഡ് കഴിക്കാണ്ട് എന്താണെന്നറിയില്ല. പ്രത്യേകിച്ച് ഫുഡൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു. എന്തോ ബജ്ജി മാത്രം പുറത്തുനിന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിലാണെങ്കിൽ ആകെ ചോറും അവിയൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പച്ചക്കറി തന്നെയായിരുന്നു, നോൺ വെജൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ദിവസം. ഞാൻ വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ മുഖമൊക്കെ ഒന്ന് കഴുകി, പിന്നെ ഡ്രസ്സൊക്കെ മാറി ഞാൻ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ കഴുകി ചോറൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. അതൊന്നും വെടിയെടുക്കാൻ നിന്നില്ല. അത് കാണുമ്പോൾ ബോറടിക്കില്ലേ കൂട്ടുകാർക്ക്. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ചോറ് തിളപ്പിച്ച് കണ്ടിട്ട് അത് ഊറ്റി അവിടെ വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് മോര് കാച്ചാന്ന് വിചാരിച്ചു കേട്ടോ. വയറിനല്ല അസുഖം. അപ്പോൾ ഞാൻ എന്താ ഇത്തിരി പച്ചമുളക്, വെളുത്തുള്ളി, ചുമന്നുള്ളിയാണ് കേട്ടോ വേണ്ടത്. എൻ്റെ കയ്യിൽ ചുമന്നുള്ളി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പിന്നെ ഒരു സവോള വരെ പീസ് എടുത്തു. പിന്നെ ഉലുവ, കടുക്, ജീരകം മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെ വേണ്ടുള്ളൂ. അപ്പോൾ പിന്നെ മോര് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ വേഗം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ച് ആ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ജീരകവും ഉലുവയൊക്കെ പൊട്ടണ നേരം കൊണ്ട് തന്നെ നമുക്ക് ഈ അരിഞ്ഞെടുക്കാവുന്ന സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഒരു ടൈമൊന്നും ആവശ്യമില്ല. അപ്പോൾ ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉലുവിട്ട് പൊട്ടിക്കുക, അത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടി തീരിനോടുകൂടി കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഞാൻ ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ചുമന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇത്ര സാധനങ്ങളാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴണം. വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി ഇടുന്നവർക്ക് ഇടാം, ഞാനിട്ടില്ല. ഭംഗി പോവുമല്ലോ ഇതിൻ്റെ മഞ്ഞൾപ്പൊടി ഇട്ട് നിൽക്കുന്നതല്ലേ ഭംഗി. പിന്നെ ഞാൻ മോര് മിക്സിയിലേക്ക് ഒഴിച്ച് ഒരു ഗ്ലാസ് മോരിന് 1 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിക്കുക കേട്ടോ. 2 ഗ്ലാസ് ഒഴിക്കണവരും ഉണ്ട്. നമുക്ക് ആ മോരിൻ്റെ കട്ടിക്ക് അനുസരിച്ച് മാറ്റാം. അപ്പോൾ മോട്ടർ വിട്ട് നേരിട്ട് വരുന്ന വെള്ളത്തിൻ്റെ പൈപ്പിൽ നിന്നാണ് ഞാൻ വെള്ളം എടുത്ത് ആ കവറൊന്ന് കഴുകി കുറച്ചെടുത്തു. പിന്നെ ആ കവർ നല്ലോണം കഴുകി ആ സോപ്പും പെട്ടിയിൽ വെച്ചു. എന്നുവെച്ചാൽ അത് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് വയ്ക്കാമല്ലോ. നമ്മുടെ എന്താ പറയുക, പ്ലാസ്റ്റിക് പറക്കാൻ വരുന്ന ആൾക്കാരെ പേര് മറന്നില്ല ഞാൻ. അതെന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ കമൻറ്റിൻ്റെ അടിയിൽ ആ പേരുണ്ടാവും കേട്ടോ. അങ്ങനെ അത് ചില നേരത്ത് നമുക്ക് അങ്ങനെയല്ലേ പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒക്കെ വിട്ടു പോകുന്നതാണ്. പിന്നെ വെള്ളം കൂടി ഒഴിച്ചാൽ മോരൊന്ന് അടിച്ചെടുത്തു. അപ്പോൾ ആ നേരത്ത് ആദ്യത്തിന് അടുക്കളയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൂസ്റ്റ് എപ്പോഴാണ് കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ ഷേക്ക് അടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനോട്. അപ്പോൾ ബൂസ്റ്റ് ഞാൻ വാങ്ങിച്ചു എന്ന് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ ഇപ്പോൾ വന്നപ്പോഴാണ് അവൻ ബൂസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഷേക്ക് അടിക്കാം, അവന് വെള്ളം ചൂടാക്കി കുളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണത് കേട്ടോ. കുറേ ദിവസമായി വെള്ളം ചൂടാക്കി കുളിച്ചിട്ടെന്ന് പറഞ്ഞ്. അതായത് ഇതൊക്കെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും കൂടിയും ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റി നമ്മുടെ ഈ തിളപ്പിച്ച് വെച്ചായിരുന്ന മോരും കൂടി ഒഴിച്ച് ചെറിയൊരു വരേണ്ട ആവശ്യമുള്ളൂ. നന്നായിട്ട് തിളച്ച് മറിയാൻ പാടില്ല. രസവും അങ്ങനെ തന്നെയാണ്, പക്ഷേ രസം എനിക്ക് നന്നായിട്ട് തിളച്ചാലേ ഇഷ്ടമുള്ളൂ. മോര് പക്ഷേ അങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ പിരിയും എന്ന് പറയും. ചെറുതായിട്ട് അരിയത്ത് കൂടെ തള വരുമ്പോൾ മാത്രം നമ്മളത് ഓഫ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയേണ്ടതൊക്കെ തന്നെയാവും. പക്ഷേ അറിയാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകണം. കല്യാണം കഴിയാത്തവരും ഞാൻ പറഞ്ഞില്ലേ ചേട്ടന് ഛർദിയായിട്ട് തലേദിവസം വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ പുത്തൂർ മിഷൻ ഹോസ്പിറ്റലിൽ കേട്ടോ. ചെറിയൊരു മിഷൻ ഹോസ്പിറ്റൽ വന്നിട്ട് അപ്പോൾ അവിടെ ഒരു നേഴ്സ് കുട്ടീനെ കണ്ടു. അപ്പോൾ അവർ ഒന്ന് അടുത്ത് വന്ന് ചോദിച്ചു കേട്ടോ, പരിചയം ഉണ്ടല്ലോ, വ്ളോഗ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചു. ഭയങ്കര സന്തോഷമായ. കുട്ടിയുടെ പേര് ചോദിക്കാനായിട്ട് ഞാൻ വിട്ടുപോയി. അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേരൊന്ന് അടിയിൽ ഇട്ടോളൂ കേട്ടോ, ഒന്ന് കമൻറ്റ് ചെയ്തോളാം. അങ്ങനെ ആദ്യത്തെ ഷേക്ക് അടിച്ചു. കട്ടപ്പാലുണ്ടായിരുന്നു, അതിലിത്തിരി ബൂസ്റ്റും അണ്ടിപ്പരിപ്പും നമ്മുടെ എന്താ പറയുക ഈന്തപ്പഴം ഒരു ഇത്തിരി പഞ്ചസാര ഇട്ടുള്ളൂ കേട്ടോ. വേണമെങ്കിൽ ഒരു പഴമോ പേരക്കായൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവൻ അതൊന്നും ഇടണ്ടെന്ന് പറഞ്ഞു. ഇതന്നെ ധാരാളമാണെന്ന് പറഞ്ഞു. നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് മേടിച്ച സാധനങ്ങൾ ബാക്കി ഉണ്ടായിരുന്നു. ഇത്തിരി കൂടി ലൂസിലാണ് ഷേക്കൊക്കെ ടേസ്റ്റ്, പക്ഷേ ഇവന് നല്ല കട്ടി വേണമെന്ന് പറഞ്ഞു. നമ്മൾ ഐസ്ക്രീമൊന്നും ചേർക്കണില്ല, അപ്പോൾ നല്ല കട്ടിയിൽ വേണമെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ ചെയ്തു. ഇനി എനിക്കൊരു കുറച്ച് നേരം ഒരു റെസ്റ്റ് ടൈമാണ് കേട്ടോ. കുറച്ച് നേരം ഫോണൊക്കെ നോക്കി
ഇരിക്കണ ചിലപ്പോൾ കണ്ണടച്ച് വെറുതെ ഇരിക്കും, ചിലപ്പോൾ ഫോൺ നോക്കും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു ടൈം. ഇനി ചേട്ടൻ വരുന്ന വരെ വലിയ ജോലികളില്ല. അലക്കാനുള്ള ദിവസങ്ങളൊക്കെ വെച്ചാൽ അലക്കും, അല്ലെങ്കിൽ തുണി മടക്കാനുള്ള ദിവസങ്ങളിൽ വെച്ചാൽ അത് ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ജോലികളൊന്നും ഇനി എനിക്കില്ല. അപ്പം ഞാനപ്പോൾ അവിടെ കുറച്ച് നേരം അതൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ ഗ്ലാസ്സൊക്കെ കഴുകി വെച്ച് കുറച്ച് നേരം അവിടെ വന്ന് കിടന്നു കേട്ടോ. ഇപ്പോൾ കട്ടിലുമ്പോൾ കിടക്കണതിന് പകരം സോഫയമേ ആക്കി കിടത്തി. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളൂ സോഫയമേ കിടക്കുന്നു. ഞാൻ എപ്പോഴും റൂമിലായിരുന്നു കിടന്നിരുന്നത്. വെച്ചാൽ കട്ടിൽ അവിടെ അല്ലേ ഉള്ളൂ. ഇവിടെ ഞാൻ വല്ലാണ്ട് ഉഷ്ണമൊക്കെ തോന്നുമ്പോൾ ചെയ്യും. ഇപ്പം നല്ല മഞ്ഞാണ് കേട്ടോ. അത് കഴിഞ്ഞതാ വാതിൽ ഞാൻ തുറന്നു വിടും. അത് കാരണം ചേട്ടൻ പെട്ടെന്ന് തന്നെ വന്ന് അടുക്കളയിലേക്ക് പോയി. ഇവിടെ നല്ല ഭംഗിയൊക്കെ ആക്കിയ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് സാധനം മേടിച്ചാലും കൗണ്ടർ ടോപ്പിൽ അടുക്കളയിൽ കൊണ്ടുവച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നേരെ അവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ഉണക്കമീനും പപ്പടവും പിന്നെ പിറ്റേ ദിവസം പയറിരിപ്പുണ്ട്. അപ്പോൾ കായും കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഉപ്പേരി വയ്ക്കാനായിട്ട്. പിന്നെ ചെമ്മീനും ഉണക്ക ചെമ്മീനും ഉണക്കി വെച്ച ഇരുമ്പമ്പുളി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ചാറ് വയ്ക്കാം എന്നൊക്കെ വിചാരിച്ചു പിറ്റേ ദിവസത്തേക്ക്. അപ്പോൾ അങ്ങനെ നാരങ്ങ പിന്നെ എപ്പോഴും വേണം. അച്ഛനും മോനും എപ്പോഴും പുറത്തുനിന്ന് ക്ഷീണിച്ച് വരുമ്പോൾ നാരങ്ങ വെള്ളം കുടിക്കണം കേട്ടോ. അത് അവരുടെ ഒരു ശീലമാണ്. നല്ലതാണ് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് കുടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നാരങ്ങ എപ്പോഴും നല്ല വലിപ്പമുള്ള നാരങ്ങ പിഴിയുമ്പോഴാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാൻ വേഗം കുറച്ച് പപ്പടവും കാച്ചിയെടുത്തു. ഒരു ഉണക്കമീനും 2-3 വലിയ ഉണക്കമീനായിരുന്നു കേട്ടോ. ഇത്തിരി മുളകിട്ട് ആക്കിയെടുത്തു. എന്താ വെച്ചാൽ മോര് കറിയിൽ മോര് കാച്ചിയതിൽ അധികം എരിവില്ല, പച്ചമുളകിന് തീരെ എരിവ് ഉണ്ടായിരുന്നില്ല. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ ഇത്തിരി എരിവിരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ഉണക്കമീൻ വറുത്തതിലും മുളക് ഇട്ടു കേട്ടോ. പപ്പടം വറുക്കണേലും വേണമെങ്കിൽ നമുക്ക് മുളകിടാം. ഞാൻ എല്ലാത്തിനും മുളക് അങ്ങോട്ട് വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് പപ്പടം വറുക്കണേലും മുളക് എടുത്തില്ല. കുറച്ച് പപ്പടം കാച്ചിയോളാം. എന്താ വെച്ചാൽ ഇവിടെ ചേട്ടന് പ്രഷറുണ്ട്. അപ്പോൾ പപ്പടം ഉണക്കമീനൊക്കെ ഉണക്കമീൻ അത്ര കഴിക്കില്ല, പപ്പടം നന്നായിട്ട് കഴിക്കും. അങ്ങനെ ഇന്ന് ചോറും ഉണക്കമീനും പപ്പടം കാച്ചിയതും മോര് കാച്ചിയതാണ് ഇന്ന് ഞങ്ങളുടെ ഫുഡ്. ആദ്യത്തെ ഷേക്ക് കഴിച്ചിട്ട് പോയിട്ട് പിന്നെ വിശക്കണില്ല. അപ്പോൾ അത് കാരണം ആദ്യത്തെയും തിരിച്ചെത്തിയിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരക്കൊന്ന് വർത്താനം പറഞ്ഞ് അവിടെ ഇരുന്ന് കഞ്ഞി കുടിച്ചു എന്ന് പറഞ്ഞുകൂടെ, ചോറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ചോറൊക്കെ വെച്ച് കഷ്ണമൊക്കെ അരിഞ്ഞിച്ച് അങ്ങനെയാണ്. പിന്നെ വൈകുന്നേരം എഡിറ്റ് ചെയ്തിട്ടാണ് കിടന്നുറങ്ങുക. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇനിയിപ്പോൾ തിങ്കളാഴ്ചത്തെ വീഡിയോ ഞാൻ റൂം മേക്ക് ഓവറായിട്ടാണ് വരിക. എന്ന് വെച്ചാൽ കിച്ചൺ മേക്ക് ഓവറിന് കുറച്ച് സാധനങ്ങൾ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, അതെനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ പെയിൻ്റ് അടിച്ചൊക്കെ കുറച്ചൊക്കെ ശരിയാക്കി വെച്ചു. പിന്നെ സൺഡേയിൽ പറ്റിങ്ങ് ഗുരുവായൂർക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ നാളായിട്ടോ ഗുരുവായൂർക്ക് പോകണം എന്നിങ്ങനെ വിചാരിക്കുന്നു. എപ്പോഴും ഓരോ തടസ്സങ്ങളാണ്. നമ്മൾ വിചാരിക്കുമ്പോഴല്ല, ഗുരുവായൂരിപ്പം വിചാരിക്കുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് എത്തുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാന്ന് തോന്നുന്നുണ്ട്. ഓരോ സൺഡേയിലും ഞങ്ങൾ വിചാരിക്കും പോകണമെന്ന്, പിന്നത്തെ സൺഡേയിലേക്കായി മാറി അങ്ങനെ പോവുകയാണ്.